മൊത്തം പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരാ. എൻ്റെ പേര് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നേ തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്ത് അവിടെ ഒരു പുതിയ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ അടിത്തറ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഫൗണ്ടേഷൻ തന്നെ പാതകം പൊക്കി പണിയാണ്. കാരണം ഈ ഭൂമി പടിഞ്ഞാറ് ഭാഗത്ത് ഉയർച്ചയും കിഴക്ക് ഭാഗത്ത് വീഴ്ചയാണ്. അപ്പോൾ റോഡ് അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മഴക്കാലമാകുമ്പോൾ വെള്ളം ഒഴുകി ഈ ഭൂമിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളക്കെട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഇങ്ങനെയുള്ള ഭൂമിയിൽ തറ കിട്ടുമ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ള റോഡും അടുത്ത ഭൂമികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നിലയുള്ള ഭൂമി ലെവലിൽ തറ കിട്ടിക്കഴിഞ്ഞാൽ മണ്ണിട്ട് പൊക്കാൻ പറ്റാണ്ടാവും. തറ പൊക്കിയാൽ തന്നെ തറ ഹൈറ്റ് കുറയും. റോഡും ഭൂമിയൊക്കെ അടുത്ത ഭൂമികളൊക്കെ പൊന്തുമ്പോൾ നമ്മളുടെ തറ എന്താ ചെറുതാവും, നമ്മളുടെ ഭൂമിയിൽ വെള്ളം നിറയും. അപ്പോൾ അത് തറ പണിയുന്നതിന് മുമ്പ് തന്നെ നമ്മളത് പ്രാക്ടിക്കലായി ശ്രദ്ധിച്ച് അതെന്താ ചെയ്യാൻ പറ്റാമെന്ന്. ചിലപ്പോൾ ഇത്തിരി പൈസ കൂടും, കരിങ്കല്ല് കൂടും, പണി വർദ്ധിക്കും, ഒക്കെ ശരിയായിരിക്കും. പക്ഷേ നാളേക്ക് ഗുണം ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ താഴ്ന്ന ഭാഗം നമ്മൾ ഉയർന്ന ഭാഗം നോക്കുക. ആ ഭാഗത്ത് നമ്മളൊരു വാട്ടർ ലെവൽ ഇങ്ങോട്ട് പകർത്തുക. എന്നിട്ട് നമ്മൾ മൊത്തം നോക്കുക. നമുക്കൊരു ഹൈറ്റ് നമ്മളെ മനസ്സിലുണ്ടാവല്ലോ, അത് ഓക്കെയാണ് തോന്നുകയാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ അടുത്ത ഭൂമിയിൽ നിന്ന് എടുത്തു ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഏകദേശം 8 ഇഞ്ച് ഹൈറ്റാണ് വന്നത്. ഇത് പടിഞ്ഞാറ് തെക്ക് മൂലയാണ്. ഇവിടെ നിന്ന് 8 ഇഞ്ച് ഹൈറ്റ് എടുത്തു. ആ ഭാഗങ്ങളിലേക്ക് കിഴക്കോട്ടും വടക്കോട്ടൊക്കെ പോകുമ്പോൾ ഒരടിയോളം വരുന്ന അവിടെ കുറച്ച് സ്ലോപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവുക, തറ നല്ല ഹൈറ്റായിട്ട് കിട്ടും. ഭാവിയിൽ ഇവിടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ആവുന്ന സമയത്ത് റോഡൊക്കെ പൊന്തും. നമ്മളെ ഭൂമി തറ താഴാതിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റോഡും വിട്ട് ഉയർന്ന് കിട്ടും. അപ്പോൾ വീട് കാണാനും ഒരു ഭംഗിയുണ്ടാവും, തറയ്ക്കും ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും തറ പണിയുന്നവരൊന്നും ശ്രദ്ധിക്കുന്നതല്ല. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് വന്നത് ഫൗണ്ടേഷൻ നമ്മൾ അടിത്തറ ഇട്ടു. അത് ഇതുപോലെ റൈറ്റ് ആംഗിളൊക്കെ തിരിച്ച് മാൻ പവറിൽ ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിന് മേലെ നമ്മൾ രണ്ടാമത് ഫൗണ്ടേഷൻ ലെവൽ ചെയ്യുമ്പോൾ വീണ്ടും ആദ്യം ഇങ്ങനെയാണ് ചെയ്തത്. അതേപോലെ റൈറ്റ് ആംഗിൾ തിരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനെ തൂക്കിട്ട് കൊണ്ട് അത് പ്ലംബ് കൊണ്ട് മാർക്ക് ചെയ്യണം. പിന്നെ അതിന് വാട്ടർ ലെവൽ നമ്മൾ പറഞ്ഞ പോലെ 8 ഇഞ്ച് പൊക്കി ആ വാട്ടർ ലെവൽ നമ്മൾ 4 പുറം ചെയ്യണം. ഇതിപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി, രാവിലെ കാണിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് പണി ആരംഭിച്ചു. എങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാം. ഞാൻ ഇപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ റൈറ്റ് ആംഗിൾ എങ്ങനെ തിരിക്കുക എന്നുള്ളത് കാണിക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാമോ? കുറച്ച് അടുപ്പിച്ച് കൊടുക്കാം. ഒന്നും അങ്ങോട്ട് പിടിക്കാം, നേരെ പോയി. ഇതിപ്പോൾ നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ പണി ഏത് ചെയ്യാം, അടിത്തറ ചെയ്താലും മേൽത്തറ ചെയ്യുമ്പോഴും കട്ട പണിയായാലും നമ്മൾ റൈറ്റ് ആംഗിൾ തിരിച്ച് ചെയ്യണം. ഇത് മട്ടം തിരിക്കുക, കണ തിരിക്കുക എന്നൊക്കെ പല കാര്യങ്ങളും പറയും. അപ്പോൾ ഇത് ഈ നീളം കൂടിയ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോർണറിൽ നിന്ന് എന്ത് ചെയ്യണം, അത് ഉയരം കണ്ടെത്തി ചിരട ആദ്യം കെട്ടി നീളം കൂടിയ ഭാഗത്തേക്ക് 4 മീറ്റർ വയ്ക്കുക. നീളം കുറഞ്ഞിടത്തേക്ക് 3 മീറ്റർ വയ്ക്കുക. അപ്പോൾ എന്താണ് ആ കോർണറിൽ 360 എന്ത് വേണം, ഒരു ഭാഗം 90 ഡിഗ്രി 90 ഡിഗ്രി തിരിയാന്ന് പറയില്ലേ, 360 ഒരു ഭാഗം ഇവിടെ തിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 മീറ്റർ നീളം കൂടി എടുത്തേക്കും 3 മീറ്റർ വീതി ഭാഗത്തേക്കും വെച്ചാൽ നമുക്ക് 5 മീറ്ററിലേക്ക് വരണം. അപ്പോൾ നമ്മൾ കറക്റ്റ് 4 മീറ്റർ പിടിക്കാമെന്ന് പറഞ്ഞാൽ ബലാബലം വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു മീറ്റർ ഇട്ട് പിടിക്കുക. അപ്പോൾ 4-ന് 5 മീറ്റർ വയ്ക്കുക. ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 4 മീറ്ററാണ് വേണ്ടത്. നമ്മൾ 5 മീറ്ററാണ് ഇവിടെ വയ്ക്കുന്നത്. 1 മീറ്റർ വിട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിവലി വരില്ല, കറക്റ്റായിട്ട് കിട്ടും. അവിടെ ശരി. ഇപ്പോൾ ഞാൻ 4 മീറ്റർ വെച്ചില്ലേ, നമ്മൾ 1 മീറ്റർ വിട്ടിട്ടാണ് വെച്ചത്. 5 മീറ്റർ ആക്കിയിട്ട് ബലാബലം വരാണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റത്ത് നമ്മൾ നൂല് കൊണ്ടാണ് ഇട്ടിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ വയ്ക്കേണ്ടത് 3 മീറ്ററാണ്. 1 മീറ്റർ വിട്ടു. അപ്പോൾ ഇവിടെ 4 മീറ്റർ വയ്ക്കണം. ഇപ്പോൾ 4 മീറ്ററാണ് നമ്മൾ വയ്ക്കുന്നത്. 4 മീറ്റർ വരുന്നത് 3 മീറ്റർ വേണ്ടു. 1 മീറ്റർ വിടുന്നതുകൊണ്ടാണ് 4
മീറ്റർ ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം 3 മീറ്റർ ഇവിടെ വെച്ചു, 4 മീറ്റർ അവിടെ വെച്ചു. കൂടുതൽ എത്ര വിടുന്നു അത് നീട്ടി പിടിക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഇവിടെ 5 മീറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 മീറ്റർ കൂടുതൽ വിടുന്നതുകൊണ്ട് അത് 6 മീറ്ററായിട്ട് പിടിക്കുന്നു മാത്രം. നമുക്ക് 5ആണ് വേണ്ടത്. ആ 5 നമുക്കിവിടെ കിട്ടുന്നു നോക്കാം. അവിടെ ശരിയാക്കി. കറക്റ്റ്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ? ഇപ്പോൾ നമ്മളിവിടെ പിടിക്കേണ്ടത് നമുക്കിവിടെ വേണ്ടത് 5 മീറ്ററാണ്. 1 മീറ്റർ വിട്ട് പിടിക്കുന്നു. അപ്പോൾ കറക്റ്റ് 5 മീറ്ററോളം കിട്ടുന്നുണ്ട്. കറക്റ്റ് 5 മീറ്റർ നമുക്ക് മട്ടൻ തിരിഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പാതകം തന്നെ അടിത്തറ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. അടിത്തറ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ രണ്ടാമത് പാതകം പൊക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരാൾ ചെക്ക് ചെയ്യുക കറക്റ്റാണെന്ന്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് പണി പൊന്തുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തോളണം. ഇല്ലെങ്കിൽ മേൽത്തറ വരുമ്പോൾ എവിടെയും ചെല്ലുമ്പോൾ വലിയ ഉണ്ടാവില്ല. മട്ടൻ കറക്റ്റ് ഇല്ലെങ്കിൽ ആ തറയെ പോയി, ആ വീടേ പോയി. അപ്പോൾ റൈറ്റ് ആംഗിൾ ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ച് തിരക്കൊന്നും പിടിക്കാതെ ചെയ്താൽ ആ വീടിൻ്റെ അളവും പക്കയായിരിക്കും. അപ്പോൾ ഓരോ പ്ലാനുകളിൽ ഓരോന്നായിരിക്കും. പക്ഷേ റൈറ്റ് ആംഗിൾ എല്ലായിടത്തും ഓരോ പോലെയാണ്, വ്യത്യാസമൊന്നുമില്ല. പിടിക്കുന്ന രീതികൾ പലതും ഉണ്ടായിരിക്കും. അടിക്കണക്കിന് പിടിക്കുന്നവരുണ്ടാവും മീറ്റർ. പക്ഷേ മീറ്ററിന് പിടിക്കുക. മീറ്ററിൽ 2 സൈസിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും 4ഉം 3ആണ് പിടിക്കുന്നത്. 5 മീറ്ററിലേക്ക് കൊണ്ടുവരിക. 360 ഒരു ഭാഗം 90 ഡിഗ്രി തിരിയാന്ന് പറയാം. ഒരു ഭാഗം അവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും അവിടെ നിന്ന് അളവ് കൊണ്ടുപോകുമ്പോൾ ഒരു പോയിൻ്റ് പോലും മാറില്ല സുഹൃത്തുക്കളെ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അറിയില്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് വന്നത്. ഇനി നമ്മൾ ചെയ്ത വർക്കുകൾ ഇതിന് പിടിച്ചോ. നമ്മൾ ചെയ്ത വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് സിമെൻ്റ് ഇല്ലാതെ ഡ്രൈ പൈറ്റ് ചെയ്യുന്നതാണ്. ഇത് മതി. ഇവിടെ നല്ല ഉറപ്പുള്ള സ്ഥലമാണ്, സിമെൻറ്റിൻ്റെ ആവശ്യമില്ല. നല്ല ലോക്ക് ചെയ്ത് പണിയാന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട രീതികൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ സിമെൻ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ പണം ധരിക്കുന്നത്. ഇത് പാതുകാണത് മണ്ണിൻ്റെ അടി പോവും. ഈ സൈഡൊക്കെ സിമെൻറ്റ് കൊണ്ട് നടച്ചു കൊടുക്കും. ഇവിടെ ഒരു 4 ഇഞ്ച് കന്നം പിടിക്കും. ഈ സൈഡിൽ മണ്ണോടും ഉള്ളിലും മണ്ണിട്ടതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഈ കാണുന്ന മേലെ നമ്മൾ പാറപ്പൊടി, എംസാൻഡ് ക്ലേ എന്ന് പറയില്ലേ, ആ പാറപ്പൊടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് മോട്ടർ അടിച്ച് ഇത് ടൈറ്റ് ചെയ്യും. ഇതുപോലെയാണ് നമ്മൾ പാക്കിങ്. കണ്ടില്ലേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ഇതേമാതിരി നമ്മൾ എങ്ങനെ പണം തറ പണിയായാലും പാതകം പണിയായാലും ഇതുപോലെ കറക്റ്റായിട്ട് വലിയ കല്ലുകൊണ്ട് അടിയിൽ വലിയ കല്ലുകൊണ്ട് ലോക്ക് ചെയ്തിട്ട് മേലെ ചീള് പരട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ മുനയായിട്ടല്ല, പരട്ടി വയ്ക്കുക. എന്നിട്ട് കലക്കി ടൈറ്റ് ചെയ്യുക. അപ്പോൾ മേലെ ഇരിക്കുന്ന കല്ല് കറക്റ്റായിട്ടിരിക്കും. കലക്കണം കേട്ടോ, മണ്ണിട്ട് ടൈറ്റ് ചെയ്യണം. നമ്മളൊരു തറയും കലക്കാണ്ട് പണിയരുത്. കേരളത്തിൽ ഏത് ജില്ലയിലും കരിങ്കല്ല് കൊണ്ട് തറ പണിതിട്ടുണ്ടോ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്ര നന്നാക്കി പണിതു ഭയങ്കര സൂപ്പറാക്കിയിട്ട് എത്ര ലോക്ക് ചെയ്ത് പണിതാലും അതിൻ്റെ ഉള്ളിലെ ഗ്യാപ്പൊന്നും അടയണം സുഹൃത്തുക്കൾ. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും വന്നാൽ ഒരു പിടുത്തം നമുക്ക് നല്ല. അപ്പോൾ ഉള്ളും കൂടി ഒന്ന് ഫില്ലാവണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ലാഭം നോക്കരുത്. ചില സ്ഥലങ്ങളിൽ കലക്കാതെയാണ് തറ പണിയുന്നത്. അത് ഞങ്ങളുടെ അനുഭവത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത് തെറ്റായൊരു വർക്കാണ്. ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ വീട് ആ പണി കഴിയുമ്പോൾ ഞങ്ങൾ ഈ വീട് വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ സ്വന്തമാണ്. ഈ പണി കഴിയുമ്പോഴാണ് നിങ്ങളുടെ വന്നത്. അപ്പോൾ നമ്മൾ ആ ഉത്തരവാദിത്തത്തിലാണ് ചെയ്യുന്നത്. ആര് ചെയ്താലും അതേ രീതിയിൽ ചെയ്യിപ്പിക്കുന്നവരും. ഫൗണ്ടേഷനൊക്കെ കലക്കണം നന്നായിട്ട്. സമയം നോക്കുക, കാശ് ലാഭം നോക്കിയാൽ അതിനുള്ള പ്രശ്നങ്ങൾ വീടുമുണ്ടാകും. അത് ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നമസ്കാരം.